ആ സുധി ഇറങ്ങിവിട്. ഇവന്മാര് പറയുന്നത് സത്യമാണെങ്കിലും അല്ലെങ്കിലും യഥാർത്ഥ പ്രതിയെ കിട്ടുന്നവരെ ഈ കേസുമായി അവന് ബന്ധമില്ലെന്ന് ഉറപ്പിക്കണ്ട. പിന്നെ നിന്റെ റിസ്കിൽ ഇപ്പൊ വിടുന്നതേ ഉള്ളൂ. ഈ പയ്യൻ ആളത്ര കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ കൂട്ടുകെട്ടൊരു അല്പം മോശമാ. ആ, ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി, ഞാൻ ഹാജരായിക്കൊള്ളാം. എനിക്ക് തോന്നുന്നത് സതിയുടെ മാല പൊട്ടിച്ചത് ഏതോ ഒരു പ്രൊഫഷണൽ ക്രിമിനൽ ആയിരിക്കണം. ഹെൽമെറ്റ് വെച്ചിരുന്നതുകൊണ്ടാണ് സതിയും കൂട്ടുകാരികളും ഇവരെ തെറ്റിദ്ധരിച്ചത്. ഈ ഗാങ്ങിന്റെ പേരിൽ നേരത്തെ ഒരു പെറ്റീഷൻ ഉണ്ടായിരുന്നുകൊണ്ട് സാറ് ഇവരെ സംശയിച്ചു. മരുന്ന് കച്ചവടം നിർത്തി നീ പോലീസ് ചേര്. അയ്യോ വേണ്ട, ഈ നിരപരാധികളൊക്കെ പിടിച്ചിടിക്കാൻ എനിക്ക് വയ്യ. എന്നാ സാറിയല്ലേ, ഞാൻ ആ മാലയും തപ്പി എടുക്കട്ടെ. ശരി, പോവാ. താങ്ക് യു. വാ. ഇത്രയ്ക്ക് കണ്ണി ചോരയില്ലാതെ പോയല്ലോ. ഒന്നുമില്ലെങ്കിലും അവൻ എന്റെ അനിയനല്ലേ. അവന് പോലീസ് കൊണ്ടുപോയപ്പം ഓടിക്കൂടിയവർക്കുണ്ടായ വിഷമം പോലും പ്രേമേട്ടനുണ്ടായില്ലല്ലോ. ഇക്കണക്കിന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പ്രേമേട്ടൻ കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ. മാല വലിച്ചു പൊട്ടിക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? ആര് വലിച്ചു പൊട്ടിച്ചെന്നാ? കൈ നിറയെ കാശ് കണ്ടേ ഞാൻ വളർന്നത്. പിടിച്ചു പറിക്കേണ്ട ഗതികേടൊന്നും എന്റെ അനിയന് വന്നിട്ടില്ല. പിന്നെ ഇവിടെ പോലീസ് വന്നത് അവന് സെക്യൂരിറ്റി നിൽക്കാനാണെന്ന് നീ വിചാരിച്ചത്? താമസമായിട്ട് മാസം 3 ആയിട്ടില്ല, അതിനുമ്പ് പെരക്കകത്ത് പോലീസ് കയറി. എന്നിട്ടും അനിയനെ ന്യായീകരിക്കുക. തെറ്റ് ചെയ്താൽ ശാസിച്ചുകൊണ്ട് ചത്തുപോത്തൊന്നുമില്ല. ശാസിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ഒരു അപകടം വരുമ്പോ കൈ ഒഴിയരുതെന്ന് പറഞ്ഞുള്ളൂ. അവള് പറഞ്ഞതുള്ളതാ. എന്തോ ആയിക്കോട്ടെ, അവനെ പോലീസുകാര് കൊണ്ടുപോയപ്പോ നീയൊന്ന് തിരിഞ്ഞു നോക്കാൻ ഞാൻ നെറുകേടായിപ്പോയി. പെണ്ണ് കേസിനും പിടിച്ചു പറിക്കൊക്കെ അകത്തായവരെ ജാമ്യത്തിലെടുക്കാൻ എനിക്ക് ഇത്തിരി ചളിപ്പുണ്ട്. ഞാനേ മാനിനായിട്ട് കഴിയുന്ന കോളേജ് അധ്യാപകനാ. സ്റ്റുഡൻസിന്റെ ഇടയിൽ എനിക്കൊരു വിലയൊക്കെ ഉണ്ട്. അത് പോയാലേ പന്ത് തട്ടുന്ന പോലെ അവന്മാരെന്നെ തട്ടി കളിക്കും. മനുഷ്യന് ഉപകാരമില്ലാത്ത മാന്യത ആർക്ക് വേണം? അപ്പുറത്ത് അദ്ദേഹത്തെ കണ്ട് പഠിക്ക്. എത്രയോ വലിയ മനുഷ്യരുമായിട്ട് ബന്ധമുള്ള ആളാ. സുധി പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞ ആ നിമിഷം മാന്യത നോക്കാതെ ഓടിച്ചെന്നില്ല അവൻ ഇറക്കാൻ. ആ മനുഷ്യന്റെ കാല് കഴുകി വെള്ളം കുടിക്കണം. നീ ഇതോടെ പോന്നു വീട്ടിലേക്ക്. എന്തിന്? ഞാൻ പറഞ്ഞോ നിന്നോട് പോവാൻ? ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല, പോവാണ്. എന്റെ പൊന്നളിയ, അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ. എന്തിനു നിൽക്കുന്നത്? അവൻ കാരണം ആരുടെ മാന്യത നശിക്കണ്ട. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. അതെ, കേസും പ്രശ്നമൊക്കെയായിട്ട് ഇപ്പൊ അങ്ങോട്ട് ചെന്നാൽ എങ്ങനെയാ? അച്ഛന് സുഖമില്ലാണ്ടിരിക്കല്ലേ? അച്ഛനെ കുറിച്ച് വിചാരമുള്ള ഒരാള്, ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാ. ഒന്ന് പോയി കാണാന്ന് എത്ര നാളുകൊണ്ട് പറയുന്നു. അപ്പോഴൊക്കെ കുറെ മുടന്ത ന്യായങ്ങളുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സാ, ടെസ്റ്റ് പേപ്പറാ, പേപ്പർ വാല്യുവേഷനാ. ഞങ്ങളൊന്നും കോളേജിൽ പഠിച്ചിട്ടില്ലല്ലോ. അച്ഛന്റെ മുമ്പിൽ ഭർത്താവ് ചെറുതാകരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും പറയാതിരിക്കുകയായിരുന്നു. മകനൊരാപത്ത് വന്നപ്പോ മരുമകൻ സഹായിച്ച കാര്യം ഇനിയിപ്പോ അച്ഛൻ അറിയട്ടെ. എന്തിനു നോക്കി നിൽക്കുന്നത്? ചെല്ല്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ സുലോചനെ? ഒന്നും ആലോചിക്കാനില്ലമ്മേ. കണ്ണി ചോരയില്ലാത്തവരുടെ കൂടെ ശ്വാസം മുട്ടി കഴിയാൻ അവൻ ആരോരും ഇല്ലാത്തവനൊന്നുമല്ല. എന്റെ സുലോചന, ഇവനിപ്പോ പോയാൽ ശരിയാവത്തില്ല. കേസന്വേഷണം പൂർത്തിയാകാത്തതുകൊണ്ട് അവരുടെ കണ്ണിൽ ഇവനിപ്പോഴും കുറ്റവാളിയാ. ഇവൻ നാട്ടിൽ പോയി നിന്നാലേ പോലീസുകാർ വരുമ്പോ ഞാൻ സമാധാനം പറയണ്ടേ? ഓഹോ, അതുകൊണ്ടാണ് നിൽക്കാൻ പറഞ്ഞത്. കണ്ടല്ലോ സ്നേഹം. ഇനിയും നിനക്ക് അളിയന്റെ കൂടെ നിക്കണോടാ? വെറും ഒരു സംശയത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി എന്ന് വെച്ച് അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ? സതിയുടെ മാല പൊട്ടിച്ചത് സുധിയോ സുധിയുടെ ഫ്രണ്ട്സോ അല്ല. ഇന്നോ നാളെ ഫിറോസ് അവനെ പൊക്കും. സാറിരിക്കെ. താങ്ക് യു. ഇരിക്കേ. ഈ ക്രിമിനൽസിനെ തൊട്ടു നോക്കി പിടിക്കാനുള്ള സൗകര്യമൊന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. അപ്പൊ പിന്നെ കേസന്വേഷണമായിട്ട് കുറെ നിരപരാധികളും ബന്ധപ്പെട്ടു വരാം. നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ, സഹകരിക്കണം അല്ലേ? മോളെ, രാജീവിന് ചായ കൊടുക്ക്. അയ്യോ, ഇപ്പൊ വേണ്ടമേ. ഇയാളെന്താ ഈ ബാഗും തൂക്കി പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നത്? കൊണ്ടകത്ത് വെക്കേ, ചെല്ലേ. കേട്ടോ സാറേ, പോലീസിന് ഇവിടെ വരുമെന്ന് പേടിക്കണ്ട. ഞാൻ ഫിറോസിനോട് പറഞ്ഞിട്ടുണ്ട്. 11 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ അറിയട്ടെ. സാറേ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ.
മണ്ടത്തരമല്ലേ കാണിച്ചത്? ഈ വക കാര്യങ്ങളൊക്കെ എപ്പോഴും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. രാജീവൻ പറഞ്ഞതാണ് ശരി. ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പ്രോബ്ലമാണ്. സാറ് വന്ന് ന്യായീകരിക്കുകയാണോ? പറയുന്ന കാര്യമാണെങ്കിൽ ആര് പറഞ്ഞാലും അംഗീകരിക്കണം. നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ള പ്രായമാണെങ്കിലും കൗമാര മനസ്സുകളെ നാം വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. വളരെ കുഴപ്പം പിടിച്ച പ്രായമാണത്. സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ച് പലതും ചെയ്യാൻ വെമ്പുന്ന പ്രായം. സ്നേഹം കൊണ്ടേ അവരെ മാറ്റിയെടുക്കാൻ പറ്റൂ. മാനസിക പീഡനം തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വർദ്ധിപ്പിക്കുകയുള്ളൂ. സുധിയുടെ കാര്യത്തിൽ പ്രേമേന്ദ്രൻ വളരെ അയഞ്ഞൊരു നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സാറിന് അവൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. സൂചി കയറ്റുന്നിടത്ത് തൂമ്പ കയറ്റുന്ന സൈസാ. അയഞ്ഞു കൊടുത്താലേ അവനെന്റെ തലയിൽ കയറും. മിണ്ടാതെയും പറയാതെ ഒരു അകലത്തിൽ നിർത്തിയിരിക്കുന്നുണ്ടാ ഇപ്പൊ അല്പമെങ്കിലും ബഹുമാനമുള്ളത്. അത് ബഹുമാനമാണെന്ന് ആര് പറഞ്ഞു? നമ്മൾ അധ്യാപകരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കളിയും തമാശയും പറഞ്ഞ് നാം കുട്ടികളോട് കൂടുതൽ അടുത്തിടപഴകിയാൽ ബഹുമാനം കുറഞ്ഞു പോകുമെന്ന് കരുതി കൃത്രിമ ഗൗരവം നടിച്ച് നാം അവരോട് സംസാരിച്ചാൽ അവർക്ക് അധ്യാപകരോട് ഒരുതരം വരുത്തിത്തീർത്ത ബഹുമാനമാണ് തോന്നുക. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തന്നെ പൊക്കിക്കൊണ്ടുപോകുന്ന രാജീവനോട് സുധിക്ക് തോന്നുന്ന ഉള്ളിത്തട്ടിയ ബഹുമാനമാണ്, തന്നോട് തീർത്താ തീരാത്ത പകയും. അത് ഒരളവ് വരെ സുലോചനയ്ക്കും കാണും. സുധി അവരുടെ സഹോദരനല്ലേ. അതുകൊണ്ടാണ് രാജീവൻ പറഞ്ഞത് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട പ്രോബ്ലമാണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ തന്നെ കവിഞ്ഞ് ആരും ഇല്ലാന്ന മട്ടിലുള്ള നടപ്പും സംസാരവും ക്ലീൻ ഇമേജും അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ. ഇതേ ഒരുതരം അസൂയ. ഒരു മിനിറ്റ്, ഞാൻ ഒരെണ്ണം വീശിട്ട് വരാം. സ്റ്റുഡൻസ് ആരെങ്കിലും കണ്ട മോശം സാറേ. എടോ, സ്റ്റുഡൻസിന് എല്ലാം അറിയാം ഞാൻ കുടിക്കുമെന്ന്. കുടിക്കാത്ത തന്നോടുള്ളതിനൊക്കെ റെസ്പെക്ട് അവർക്ക് എന്നോടുണ്ട്. ഒരു സിസർ തന്നെ. അയ്യോ, ഇവിടെ നിർത്തോ. ചാടല വണ്ടി നിർത്തട്ടെ. വണ്ടി നിർത്തട്ടെ. പോയല്ലോ, എന്റെ കൈ കുറഞ്ഞു. വാ 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 വാ, അമ്മയും വരുമ്പോൾ ഇറങ്ങി വാ. എന്താടാ എന്തിനാ കിടന്ന് വിളിക്കുന്നേ? വാ വാ. നീ എന്താടി പറഞ്ഞത്? അപ്പുറത്തവന്റെ കാല് കഴുകി വെള്ളം കുടിക്കാനല്ലേ? ആ വെള്ളം കുടിച്ചാലേ ഫിറ്റാവും. ഫിറ്റ് കണ്ടടി, ആ മാന്യന്റെ തനിനിറം ഞാനിന്ന് കണ്ടു. നീ എന്തൊക്കെയാ പ്രേമായി പറയുന്നേ? രാധികയുടെ രാജീവനെ പറ്റി പറയുമ്പോ അമ്മയ്ക്കും മരുമോക്ക് ഒരു മുഴം നാക്കായിരുന്നല്ലോ. ആ സൽസ്വഭാവി മൂക്കറ്റം കുടിച്ച് ബാറിൽ നിന്ന് അടിച്ച് പിരിഞ്ഞു വരുന്നത് ഇന്ന് ഞാൻ കണ്ടു. എടാ, നീ ജനിച്ച പിന്നെ ഇത്ര സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശത്രുക്കളാണെങ്കിലും കുടിക്കുന്നു എന്നറിയുമ്പോ വിഷമിക്കുകയല്ലേ വേണ്ടത്? ഓ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ മാന്യത തകർന്നു വീഴുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്റെ അമ്മേ. പ്രേമേട്ടനോട് ആര് പറഞ്ഞു ഈ പച്ചക്കള്ളം? കണ്ടോ, ആരും പറഞ്ഞതൊന്നുമല്ല, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. നീയും കുടിച്ചോ? അമ്മേ, ഞാൻ ഗോമസാറുമായിട്ട് അതിന്റെ വാതിക്ക സംസാരിച്ചോണ്ട് നിന്നപ്പം അവൻ ചുണ്ടും തുടച്ച് ആടി വന്ന് ബൈക്കിൽ കയറുന്നു. വേറെ എന്തിനെങ്കിലും കയറിയതായിരിക്കും. വേറെ എന്തിനെങ്കിലും ബ്രാൻഡ് ഷാപ്പിൽ കയറി അവരുടെ ചിട്ടിപ്പിരിവുണ്ടോ? നീ അവനെ പറ്റി പൊക്കി പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച അവന്റെ കാര്യം പോക്കാന്നുള്ളത്. ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ടില്ല.